കോഴിക്കോട് MDMA വിഴുങ്ങിയതിനെ തുടർന്ന് മരിച്ച യുവാവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. ഷാനിദിന്റെ വയറ്റിലുണ്ടായിരുന്ന രാസലഹരി രക്തവുമായി കലർന്ന് മരണം സംഭവിച്ചുവെന്നാണ് നിഗമനം. 2 പാക്കറ്റ് MDMA വിഴുങ്ങിയെന്നാണ് പോലീസ് പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് താമരശ്ശേരി സ്വദേശി ഇയാടൻ ഷാനിദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിവരങ്ങളുമായി AK അഭിലാഷ് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി AK അഭിലാഷ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നു. വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഞെട്ടിക്കുന്ന വാർത്തയാണ്. നമ്മൾ ഇന്നലെ താമരശ്ശേരിയിൽ എത്തുന്ന സമയത്താണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ആ ക്യാമ്പയിൻ നടത്തുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഈ ഷാനിദിൻ്റെ വീട്. നാട്ടുകാരെല്ലാം പറയുന്നത് എന്ത് കഷ്ടമാണ് എന്നാണ്. ഇതേപോലെയുള്ള ആളുകൾ താമരശ്ശേരി അടക്കമുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ വരുന്നു, വിപണനം നടത്തുന്നു, പോകുന്നു, പോലീസിനെ കണ്ട് പേടിച്ച് ഈ പാക്കറ്റ് എടുത്ത് വിഴുങ്ങുന്നു എന്നുള്ളതാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അഭിലാഷ്? കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ താമരശ്ശേരി പോലീസ് അവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്നു. അമ്പായത്തോട് മേലെപ്പള്ളിക്ക് സമീപമാണ് പെട്രോളിംഗ് നടക്കുന്നത്. ഇതിനിടയിലാണ് യുവാവിനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. ഇതോടുകൂടി കയ്യിലുണ്ടായിരുന്ന 2 MDMA പാക്കറ്റ്, അത് പോലീസ് പറയുന്നത് MDMA തന്നെയാണ് എന്നാണ്, ആ 2 പാക്കറ്റ് അയാൾ വായിലേക്ക് തിരുകുകയും വിഴുങ്ങിക്കളയുകയും ചെയ്തു. ഉടൻ തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയെടുത്ത് താമരശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ പരിശോധന നടത്തി. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും അവിടെ എൻഡോസ്കോപ്പി അടക്കം അതോടൊപ്പം തന്നെ സ്കാനിംഗ് അടക്കം നടത്തിയതിന് ശേഷം ഈ ശരീരത്തിൽ ഉൾഭാഗത്ത് 2 പൊതികളിലായി വെള്ളത്തരികളോട് കൂടിയ പൗഡർ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഡോക്ടർമാർ പറഞ്ഞത് ഇത് ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പുറത്തെടുക്കാൻ കഴിയൂ, അല്ലാതെ ഈ പുറത്ത് വലിച്ചെടുക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാനും അതോടൊപ്പം തന്നെ ശരീരത്തിൽ കലരാനൊക്കെ സാധ്യതയുണ്ട് എന്ന് യുവാവിനെ തന്നെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ യുവാവ് ആ ഘട്ടത്തിൽ പോലും ഈ MDMA ആണ് എന്ന് സ്ഥിരീകരിക്കാൻ തയ്യാറായില്ല. മറ്റ് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാമെന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്തത്. അതായത് ഇതിനോട് ശസ്ത്രക്രിയയ്ക്ക് അനുകൂലിക്കാത്തൊരു തീരുമാനം വന്നതോടുകൂടി തന്നെ ഡോക്ടർമാരും നിസ്സഹായ അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തു. പിന്നീട് വൈകുന്നേരത്തോടു കൂടി തന്നെ യുവാവിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായി മാറുകയും വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ ഏതാണ്ട് 11:18 കൂടിയാണ് മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. ഇതിൽ പ്രധാനമായും യുവാവ് ഈ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകാൻ തയ്യാറായില്ല, സമ്മതപത്രം ഒപ്പിട്ട് നൽകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതോടുകൂടി തന്നെയാണ് ഇദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്താനും അതോടൊപ്പം തന്നെ MDMA പുറത്തുനിന്ന് എടുക്കാനും കഴിയാതെ പോവുകയും ചെയ്തത്. ഏതായാലും ഇപ്പോൾ പോലീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ അളവിലുള്ള ഒരു MDMA ഉണ്ടായിരുന്നു എന്നാണ്. ഏതാണ്ട് 130ഓളം ഗ്രാം MDMA ഉണ്ടായിരുന്നു എന്നാണ് അവർ സ്ഥിരീകരിക്കാതെ തന്നെ പറയുകയും ചെയ്തത്. പക്ഷേ ഇത്രയും വലിയ അളവിലുള്ള MDMA ശരീരത്തിൽ കടക്കുകയും അത് കുറഞ്ഞ അളവ് മാത്രം മതി ശരീരത്തിൽ രക്തത്തിൽ കലരുകയാണെങ്കിൽ മരിക്കാനൊക്കെ, അത്തരത്തിൽ ഈ പാക്കറ്റ് പൊട്ടിയായിരിക്കാം പക്ഷേ ഈ ശരീരത്തിൽ രക്തത്തിൽ ഈ കലരുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടായിരിക്കും മരണം ഉടൻ തന്നെ സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 26 മണിക്കൂർ മാത്രമാണ് MDMA ശരീരത്തിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ജീവിച്ചിരുന്നത് എന്നുള്ളതും ഇതിന്റെ ഗൗരവം വളരെ എത്രത്തോളം ഉണ്ട് എന്ന് ശരിക്കും പറഞ്ഞാൽ എന്താണ് പൊട്ടാസ്യം സൈനൈഡ് ഒക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് പോലെയുള്ള മരണം എന്ന നിലയിലായിപ്പോയി അല്ലേ അഭിലാഷ്? 25 മിനിറ്റേ ഇത് ഉള്ളിൽ ചെന്നതിന് ശേഷം ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത്രമേൽ ആഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ള രാസമരുന്നാണ് MDMA, പ്രത്യേകിച്ച് രക്തത്തിൽ കലർന്നാൽ. അതെ, തീർച്ചയായിട്ടും അത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. കാരണം ഇന്നലെ നമ്മൾ ക്യാമ്പയിൻ നടത്തുന്ന സമയത്തൊക്കെ ജനങ്ങൾ പറയുന്നത് ഇതിനോട് പ്രതികരിക്കുന്നത് നമുക്ക് ഭയപ്പെടുന്ന രീതിയിൽ തന്നെയായിരുന്നു. കാരണം ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കടത്തുന്ന ആളുകൾക്കൊക്കെ ഏത് തരത്തിലുള്ള ശിക്ഷ നൽകണമെന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ രീതിയിലൊന്നും നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണ്. എല്ലാവരും ശ്രമിക്കും. താങ്ക് യു അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പ്രത്യേകം ശ്രദ്ധിക്കുക, MDMA ഒരു തരത്തിലും നിങ്ങളുടെ ശരീരത്തിൽ ചെല്ലാൻ പാടില്ലാത്തൊരു കാര്യമാണ്. വലിയ പോസ്റ്റ് സ്ട്രെസ് ട്രോമാറ്റിക് അനുഭവങ്ങളുള്ളവർക്ക് മറ്റു മരുന്നുകൾക്കൊപ്പം പ്രിസ്ക്രിപ്ഷൻ ഡ്രഗായി കൂടി നൽകുന്ന ഒരു സാധനമാണ്. അതത്രയും ന്യൂറോട്ടിക് ഡിസോർഡർ ഉള്ള മനുഷ്യർക്ക് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവിൽ പ്രിസ്ക്രിപ്ഷനോട് കൂടി നൽകേണ്ടതാണ്. മാത്രവുമല്ല അത് ഏതെങ്കിലും തരത്തിൽ അളവ് തെറ്റിയാൽ പോലും വലിയ അപകടമുണ്ടാക്കും. ഇനി അളവ് കുറഞ്ഞതാണെങ്കിൽ പോലും സാധാരണ നിലയിലുള്ള ആളാണെങ്കിൽ അയാൾക്ക് വലിയ ട്രോമകൾ സംഭവിക്കുകയും ചെയ്യും. നിങ്ങളുടെ ന്യൂറോട്ടിക് ഓർഡറിനെ മുഴുവൻ, ക്രമത്തെ മുഴുവൻ ഇത് ഇല്ലാതാക്കും. ആ ലഹരി ഉള്ളിൽ രക്തത്തിൽ കലർന്നാൽ പൊട്ടാസ്യം സയനൈഡിൻ്റെ എഫക്റ്റാണ്, മരിച്ചു പോകും, ഹൃദയസ്തംഭനം ഉറപ്പാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ പറയുന്നത്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, അകറ്റി നിർത്താം നമുക്ക് രാസലഹരിയെ.